അത് ഹെൽമെറ്റ് അത് ഈ പറഞ്ഞതുപോലെ രക്ഷാകർത്താക്കൾ മനസ്സിലാക്കേണ്ടത് സൈക്കിളിൽ തന്നെ നമ്മളിപ്പോൾ ഹെൽമെറ്റ് വെക്കണം. നിയമമല്ല, ചെറിയൊരു ഷെല്ല് പോലത്തെ ഹെൽമെറ്റ് വെക്കേണ്ടതാണ്. കുട്ടികൾ ഹെൽമെറ്റ് വെക്കാതെ പോയാൽ അവർക്ക് ഒരു ഇൻഷുറൻസ് പോലും കിട്ടില്ല. അപ്പം അതുകൊണ്ട് നമ്മളത് അസംബ്ലിയിൽ ആ വിഷയം ഉണ്ണിയാടൻ MLA ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് ഉന്നയിച്ചു. ഒരു കുട്ടി മരിച്ചു. ഈ കാസർഗോഡ് ഒരു കുട്ടിക്ക് ഗൗരവമായിട്ടുള്ള പരിക്ക് പറ്റി. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ഒരു നിയമം മൂലം നടപ്പാക്കുക എന്നതിനേക്കാൾ ഉപരി സ്വയം അത് അനുസരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് രക്ഷാകർത്താക്കളാണ് അതിൽ മുൻകൈ എടുക്കേണ്ടത്, അവരുടെ കുട്ടികളുടെ വിലപ്പെട്ട ജീവൻ. അപ്പോൾ അതിനുവേണ്ടി ഉടനെ തന്നെ അവർക്കെല്ലാം പെറ്റി എഴുതി നമ്മുടെ പെട്ടി നിറയ്ക്കുന്ന ഒരു സമ്പ്രദായമല്ല ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അത് ഹെൽമെറ്റ് വയ്ക്കുന്നതാണ് ശരി. 25 കിലോമീറ്റർ കൂടുതൽ അതിൽ കുറവാണെങ്കിൽ വേണ്ട എന്നൊക്കെയാണ് വെപ്പ്. പക്ഷേ ഒരു വണ്ടി വന്ന് ഇടിക്കുമ്പോൾ 25 കിലോമീറ്ററാണോ പോണേന്നുള്ളത് നോക്കിയിട്ടല്ലല്ലോ പോകുന്നത്. ഓക്കെ, നമുക്ക് അത് പരിശോധന ഒരിക്കലും ഒരു കാരണവശാലും അത് ചെയ്യാൻ പാടില്ല. അത് കർശനമായിട്ട് വിലക്കേണ്ടതാണ്. 25 കിലോമീറ്റർ കൂടുതൽ പോകാൻ പാടില്ല. 250 മെഗാവാട്ട്സിൽ കൂടുതലുള്ള പാടില്ല എന്നാണ് നിയമം. ഓൺലൈൻ സംവിധാനം നിലവിൽ വന്നിട്ട് കുറെ നാളായി. പക്ഷേ പലപ്പോഴും അത് പൊതുജനങ്ങൾ കിട്ടുന്നില്ല. ഉദ്യോഗസ്ഥർ അട്ടിമറിക്കുന്ന ഒരു പരാതി. ഉദ്യോഗസ്ഥരല്ല, ഈ സംഗതി ഹാങ് ആവുകയാണ്. അത് പരിഹരിക്കാനാണ് അതിന് മാത്രമായിട്ടാണെന്ന് പറയാം. അത് മാത്രമായിട്ടല്ല ഞാൻ ഡൽഹി വരെ പോയത്. നിതിൻ ഗഡ്കരി അദ്ദേഹം വളരെ മാന്യമായിട്ട് രീതിയിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പുക പരിശോധനയിൽ രാജസ്ഥാൻ, ഹരിയാന സംസ്ഥാനങ്ങളിൽ നിന്ന് വെറുതെ ഒരു ഫോട്ടോ അയച്ചു കൊടുത്താൽ പുകയുടെ ലിസ്റ്റ് അയച്ചു കൊടുക്കുന്നൊരു സമ്പ്രദായമുണ്ട്. അതൊക്കെ നിരോധിക്കാൻ തന്നെ കേന്ദ്ര ഗവൺമെൻറ് തന്നെ പറഞ്ഞു, നിങ്ങളത് നിരോധിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ വളരെ സ്പീഡിൽ പോവുകയാണ്. വേറെന്താ